കണ്ടില്ലേ, ഇതാ അവളുടെ സ്വഭാവം. അവള് വിചാരിച്ചത് നടക്കണം. അവനെ ഇയാളെ അവള് സാരിത്തുമ്പി കെട്ടിയിട്ടിരിക്കുക. ഒറ്റ വിളി വിളിച്ചപ്പോ പുറകെ പോയത് കണ്ടില്ലേ, പെങ്കോന്തൻ. അവൻ പെൺകോന്തനാണെങ്കിൽ ഒറ്റ രൂപ പോലും വരുമാനമില്ലാതെ പെണ്ണ് കെട്ടാൻ നടക്കുന്ന ഇവനെ എന്തു പറയണം? ഒന്ന് മുടിവെട്ടി താടിക്ക് വരമുണ്ടാക്കാൻ ഇവൻ ഭാര്യയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും, വെറും 150 രൂപയ്ക്ക് വേണ്ടി. അരവിന്ദേ, വേണ്ട. നിനക്ക് വരുമാനമൊന്നും ഇല്ലാന്ന് അറിഞ്ഞിട്ടല്ലേ ശ്രേയ നിന്നെ സ്നേഹിച്ചത്. ഇവിടെയുള്ളവര് പറയുന്നൊന്നും നീ കേൾക്കണ്ട. നീ വന്നേ, വാ അമ്മേ, വാ. ഇപ്പൊ ശരിക്കും ഈ വീട് രണ്ടായല്ലേ? അശ്വതി പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. കുറച്ച് എടുത്തിയാട്ടമുണ്ട്. നാളെ അതവൾ തിരുത്തി പറയും. ഇല്ലടോ, അവളത് തിരുത്തില്ല, തിരുത്താൻ അനുവദിക്കില്ല. ഇത് ആ പെണ്ണിന്റെ ക്ലാസ്സാ, ശ്രേയയുടെ. മോളെ, മമ്മി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. മമ്മി കിച്ചണിൽ തിരക്കിലായതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. എന്താ മോളെ, പറ കേക്കട്ടെ. നമ്മുടെ ഗ്രൂപ്പില് ഒരാള് കൂടി എത്തി. മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ലേ മമ്മി, ആയിരപ്പറ വീട്ടിൽ പൊട്ടിത്തെറി ഉണ്ടാവുന്ന്. അതെ, ആകാശിന്റെ ചേച്ചിയില്ലേ അശ്വതി, അവളെ ചാരുവിന്റെ അടുത്ത് നിന്ന് പറിച്ചെടുത്ത് നമ്മുടെ കൂടെ നിർത്തിയിട്ടുണ്ട്. അതെങ്ങനെ മോളെ? കൊള്ളാം മോളെ. അശ്വതിയും കൂടെ കൂടിയപ്പോ അരവിന്ദനും ഹേമയ്ക്കും ബലം കൂടിയിട്ടുണ്ടാവും. അവർക്ക് ബലം കൂടുന്നതിലല്ലോ മമ്മി കാര്യം. ചാരുവിന്റെയും ആകാശിന്റെയും അവന്റെ അച്ഛന്റെയും ബലം കുറയ്ക്കുന്നതാ. അവരുടെ ആത്മവിശ്വാസം കുറയണം. അവരാ വീട്ടിൽ ഒറ്റപ്പെടണം. ഇനി ഞാൻ ചെന്ന് കയറുന്നതോടുകൂടി ചാരു ജീവിതം മടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഇല്ലെങ്കിൽ ഇറക്കി വിടും ഞാൻ അവളെ. ഇവിടെ രമേശേട്ടാ, വാ, വന്ന് കഴിക്കേ. വരുന്നു. എനിക്ക് വേണ്ട ചാരു, നല്ല വിശപ്പില്ല. ചാരു, എന്റെ ഭർത്താവിനെ ഊട്ടാൻ എനിക്കറിയാം. നീയേ നിന്റെ ഭർത്താവിന്റെ കാര്യം നോക്കിയാ മതി. ശരിക്കുള്ള സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാനും ഒരു കഴിവ് വേണം. അതില്ലാത്തവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാക്കോത്തി. ഇതാ കഴിക്കാൻ നിന്നാ വൈകും, നമുക്ക് വന്നിട്ട് കഴിക്കാം. ശരി ബാല, ഇല്ലെങ്കിൽ സമയം വൈകും. കൃഷി ഓഫീസർ നമ്മളെ കാത്തുനിൽക്കില്ല. ബാലമമ്മേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവും. വേണ്ട മോളെ, സമയമില്ലാത്തോണ്ടാ. ഞങ്ങൾ വന്നിട്ട് കഴിക്കാം. ഇടയ്യാൾ പുറത്തു പോവാണല്ലോ. തട്ടാൻ വരുമ്പോ എന്ത് ചെയ്യും? ഇങ്ങനെ കെട്ടിടാനൊന്നും പറ്റില്ലല്ലോ മേ. ഭാഗ്യം, സമാധാനായി.
അമ്മയുടെ പ്ലാനിങ്ങില്ലേ തെറ്റില്ലല്ലോ.